അതെ, നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്നവരാണോ? എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കാര്യം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം താല്പര്യമുള്ളവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. അല്ലാത്തവർ ഈ വീഡിയോ ഒന്ന് ഫസ്റ്റ് തുടക്കം ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് വാട്സപ്പിലും മെസ്സേജ് ആയിട്ടൊക്കെ ഒരുപാട് ലിങ്കുകൾ വരാറുണ്ട്. ഇത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് ഒരുപാട് പേരുടെ അക്കൗണ്ടുകൾ, ബാങ്ക് അക്കൗണ്ട്, UPI അക്കൗണ്ട്, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഹാക്കായി പോയൊക്കെ സംഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ക്ലിക്ക് ചെയ്ത ഉടനെയൊന്നും നമ്മുടെ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ നഷ്ടപ്പെടില്ല. ക്ലിക്ക് ചെയ്ത ഉടനെ എനിക്കും ഇതുപോലെ പറ്റിയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ വണ്ടിയിൽ പോയിരിക്കുന്ന സമയത്ത് എനിക്കൊരു മെയിൽ വന്നു. ആ മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വന്ന മെയിൽ ഇങ്ങനെയാണ്: നിങ്ങളുടെ ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാൻ നെറ്റിപ്പോയി. ഞാൻ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡൊക്കെ കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാൻ പറഞ്ഞു. ലോഗിൻ ചെയ്ത ഉടനെ എനിക്കൊരു പന്തികേട് തോന്നി. അവിടുന്ന് 5 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ സെറ്റിങ്സിൽ പോയിട്ട് സൈറ്റ് സെറ്റിങ്സിൽ ആദ്യം ആ ഒരു വെബ്സൈറ്റ്, നമുക്ക് വന്ന വെബ്സൈറ്റ് നോട്ട് ചെയ്തു. ആ വന്ന വെബ്സൈറ്റ് ഞാൻ മൊത്തം ബ്ലോക്ക് ചെയ്തു. അതോടുകൂടി എൻ്റെ അക്കൗണ്ട് സേഫായി. ഉടനെ പിന്നെ ഞാൻ പതിയെ എൻ്റെ ഫേസ്ബുക്കിൻ്റെ യൂസർ നെയിം പാസ്വേഡൊക്കെ മാറ്റി. ഇതുപോലെ നിങ്ങൾക്കും ഇത്തരം സംഭവങ്ങളൊക്കെ വരാം. എനിക്ക് ഫേസ്ബുക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള മറ്റു പലതും ഇതുപോലെ ഹാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇതൊരു ആപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മുടെ ഫോണിലുള്ള സെറ്റിങ്സിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അത് വെറും സെറ്റിങ്സ് അല്ല, നമ്മുടെ ഗൂഗിളിൻ്റെ സെറ്റിങ്സിനെ കുറിച്ചാണ്. ഈ സെറ്റിങ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കയറുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇവർക്ക് നമ്മുടെ ക്യാമറ, മൈക്രോഫോണ് എല്ലാം കൺട്രോൾ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. മാത്രമല്ല നമ്മുടെ ഫോണിൽ അനാവശ്യമായിട്ട് വരുന്ന പരസ്യങ്ങളെല്ലാം ഇതുവഴി തടയാനായിട്ട് സാധിക്കും. നമ്മളൊരു വെബ്സൈറ്റിൽ കയറുകയാണെങ്കിൽ ആ വെബ്സൈറ്റിലെ പരസ്യങ്ങൾ നമ്മൾ വീണ്ടും ഫോൺ ഓഫായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ കോൾ ചെയ്യുമ്പോഴെല്ലാം പോപ്പപ്പ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇതുവഴി അവർക്ക് വരുമാനം കിട്ടും. നമുക്കിത് ഭയങ്കര ശല്യമായിട്ട് തുടരും. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന പരസ്യങ്ങൾ നമുക്ക് ബ്ലോക്ക് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ പരസ്യങ്ങളുമല്ല, ഇത്തരം വരുന്ന പരസ്യങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ഇത്രയും കാലം ഫോൺ ഉപയോഗിച്ചത് മുതൽ ഏതെല്ലാം വെബ്സൈറ്റിൽ നമ്മൾ കയറിയോ നമ്മുടെ ഡാറ്റകൾ മുഴുവൻ ഈ വെബ്സൈറ്റുകളെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഒഴിവാക്കുക, എങ്ങനെയാണ് നമുക്ക് വരുന്ന പരസ്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുവഴി നിങ്ങളുടെ ഫോണിൽ വരുന്ന മുഴുവൻ പരസ്യങ്ങളും ഒഴിവാക്കാൻ പറ്റുകയില്ല. അതിനുവേണ്ടിയുള്ള വീഡിയോ ഞാൻ മുമ്പ് പലവട്ടം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള ടെക്നോളജി ഇൻഫർമേഷനും തട്ടിപ്പിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാലോ. ഇന്നിപ്പോൾ ഓൺലൈൻ തട്ടിപ്പുകളൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം തട്ടിപ്പുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ച് പറയുന്നുണ്ട്. തട്ടിപ്പിൽ പെടാതിരിക്കാനും നമ്മൾ സേഫ് ആയിട്ടിരിക്കാനും. നമുക്കറിയാം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇന്ന് മൊബൈൽ ഫോണിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫോണിന്റെ സുരക്ഷയാണ് നമുക്ക് ഏറ്റവും വലുത്. അപ്പോൾ അത്തരത്തിലുള്ള സുരക്ഷയെക്കുറിച്ചുള്ള കാര്യങ്ങളും ടെക്നോളജിയെക്കുറിച്ചുള്ള കാര്യങ്ങളും ഫോണിൽ അടങ്ങിയിരിക്കുന്ന സെറ്റിങ്സുകളെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ദിവസവും അറിയാൻ താല്പര്യമുണ്ട് എങ്കിൽ ജാഫർ പൊന്നാനി എന്ന ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഫേവറേറ്റ് എന്നുകൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ഒരു പക്ഷേ കുറച്ച് ലെങ്തി ആയിരിക്കും, എന്നാലും നിങ്ങൾ ഒരുപാട് സിനിമകളൊക്കെ കാണാൻ വേണ്ടി 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ മാറ്റി വെക്കുന്നില്ലേ? അപ്പം അതുപോലെ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് എനിക്ക് വേണ്ടി മാറ്റി വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതിനായി ഏതൊരു ലിങ്കും വാട്സപ്പിലോ മെസ്സേജിലോ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ യൂട്യൂബിലോ നമ്മൾ വന്നു കഴിഞ്ഞാൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് പോകുന്നത് ഗൂഗിൾ ക്രോമിലൂടെയാണ്. അപ്പോൾ അതിന് നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ശേഷം വലതുവശത്ത് കാണുന്ന 3 ഡോട്ട് കാണും, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സ് കാണാം, ആ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ സൈറ്റ് സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ആൾ സൈറ്റ്സ് എന്ന് കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ എടുത്ത് നിങ്ങൾ ഇമെയിൽ ID ലോഗിൻ ചെയ്ത അന്ന് മുതൽ നിങ്ങളുടെ ആ ഒരു ഇമെയിൽ ID നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുള്ള സകലമാന സൈറ്റുകളും 1000, 500, 2000, 10,000 എത്ര സൈറ്റുകൾ വേണമെങ്കിലും എല്ലാം ഇവിടെ ഇങ്ങനെ കാണും. ഈ സൈറ്റുകൾ മുഴുവനും നമ്മുടെ ഡാറ്റകളും കുക്കീസുകളൊക്കെ ഇങ്ങനെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടാവും. ഈ സൈറ്റുകളെല്ലാം ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ ബ്രൗസർ സ്പീഡ് വർദ്ധിക്കും, വളരെയധികം സ്പീഡ് കൂടാനൊക്കെ സാധ്യത കൂടുതലാണ്.
ഈ ഒരു സൈറ്റ് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇത് 2 കുക്കീസ് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് 10 KB. അത് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 2 കുക്കീസ് ഉണ്ട്. ശേഷം ഞാൻ ഫസ്റ്റത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സൗണ്ട് ഞാനിവിടെ ഓഫ് ചെയ്ത് വെച്ചതാണ്. രണ്ടാമത് 2 കുക്കീസ് ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ കുക്കീസ് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. വീണ്ടും ബാക്ക് വന്നു കഴിഞ്ഞാൽ ആ സൈറ്റ് തന്നെ വേറെ ഒരു 10 KB കൂടി എടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ കാണും. ഞാനിവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചതാണ്. ഈ നോട്ടിഫിക്കേഷൻ ഈ ഒരു വെബ്സൈറ്റിൽ പരസ്യമുണ്ടെങ്കിൽ അത് പോപ്പപ്പ് ആയിട്ട് നമ്മുടെ സ്ക്രീനിലൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഓഫ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കുകയാണല്ലേ, ലോക്ക് സ്ക്രീനിലൊക്കെ പരസ്യങ്ങൾ വരും. ഇവിടെ ലോക്ക് സ്ക്രീനിൽ പരസ്യം വരാമെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ കണ്ടൻറ്റ് ഷോ ആൾ നോട്ടിഫിക്കേഷൻ ലോക്ക് സ്ക്രീനിൽ വരും. അതോടൊപ്പം പരസ്യം ഉണ്ടെങ്കിൽ ആ പരസ്യമൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നമ്മുടെ ലോക്ക് സ്ക്രീനിലും കോൾ ചെയ്യുമ്പോഴൊക്കെ വന്നുകൊണ്ടേ നമ്മൾ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് പണിയാണെന്ന് വെച്ചാൽ ഈ നോട്ടിഫിക്കേഷൻ കണ്ട് ഓഫ് ചെയ്യുക. ശേഷം നമ്മൾ ഡിലീറ്റ് എല്ലാം കൊടുത്തും കണ്ട് അത് മൊത്തത്തിൽ കണ്ട് ഡിലീറ്റ് ചെയ്യുക. ഇതുപോലെ ഒരുപാട് സൈറ്റുകൾ നമ്മുടെ 225 KB എടുത്തിട്ടുണ്ട്. ഇവിടെ 2 കുക്കീസ് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 എടുത്തിട്ടുണ്ട്. HTTP ആണ്, തീരെ സേഫ് ഇല്ലാത്ത സൈറ്റാണിത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പെർമിഷനും ഇവിടെ എടുത്തിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ ഓഫ് ചെയ്ത് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എല്ലാം ഇതുപോലെ കറക്റ്റായിട്ട് ഡിലീറ്റ് ചെയ്യുക. മാത്രമല്ല നമ്മളൊരു സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലീഗലല്ലാത്ത തേർഡ് പാർട്ടി വെബ്സൈറ്റുകൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സൈറ്റിന് നമ്മുടെ ലൊക്കേഷൻ, ക്യാമറ, മൈക്രോഫോൺ, നോട്ടിഫിക്കേഷൻ, മോഷൻ സെൻസർ ഇതെല്ലാം ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ സൈറ്റിൽ കയറുമ്പോൾ തന്നെ അവർ ആ പെർമിഷൻ എടുക്കും. ഇവിടെ ലൊക്കേഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഓൺ ആണെങ്കിൽ ഏതൊക്കെ സൈറ്റ് നമ്മുടെ ലൊക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്കിവിടെ അറിയാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചതാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിനും ഫേസ്ബുക്കിനും ആമസോണിനും മാത്രമേ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളൂ, ലൊക്കേഷൻ്റെ പെർമിഷൻ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഓഫ് ചെയ്ത് വെച്ചതാണ്. ഇതിൻ്റെ പെർമിഷനും ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ മൊത്തത്തിൽ ലൊക്കേഷൻ ഓഫ് ചെയ്ത് വെച്ചാൽ അത്രത്തോളം സേഫാണ്. മാത്രമല്ല ക്യാമറ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് ഓഫ് ചെയ്ത് വെക്കണം. നമ്മൾ എവിടെ പോകുന്നു, എപ്പോൾ എങ്ങോട്ട് പോകുന്നു, നമ്മുടെ ക്യാമറകൾ ബാക്ക് ക്യാമറ ആയാലും ഫ്രണ്ട് ക്യാമറ ആയാലും നമ്മളറിയാതെ അവർക്ക് പ്രവർത്തിപ്പിക്കാനായിട്ട് കഴിയും. അത് ആപ്ലിക്കേഷനായാലും ശരി, വെബ്സൈറ്റുകൾക്കായാലും ശരി. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക. മൈക്രോഫോണും ഇതുപോലെ തന്നെയാണ്. നമ്മൾ സംസാരിക്കുന്നത്, വാട്സപ്പിൽ വോയിസ് വിടുന്നത് എല്ലാം മറ്റുള്ള സൈറ്റുകൾക്കോ ആപ്ലിക്കേഷനുകളൊക്കെ കേൾക്കാൻ സാധിക്കും. ഇതും നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക. നോട്ടിഫിക്കേഷൻ ഇതുപോലെ ചോദിക്കുന്നുണ്ടാവും. അതും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷൻ ഞാൻ 16 ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. 5 മാത്രം അലോ ചെയ്തിട്ടുള്ളൂ. എനിക്ക് കാണാം ഫേസ്ബുക്കിൻ്റെതാണ് 2, ഫ്ലിപ്കാർട്ടിൻ്റെത്, അതോടൊപ്പം തന്നെ എനിക്ക് ആവശ്യമുള്ള യൂട്യൂബിൻ്റെയും പിന്നെ മറ്റൊരു വെബ്സൈറ്റിനും കൂടിയാണ്. ബാക്കിയൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചതാണ്. കാരണം നമുക്ക് നോട്ടിഫിക്കേഷൻ ബാറിൽ ഇങ്ങനെ ശല്യമായിരിക്കും, ഫുള്ള് നോട്ടിഫിക്കേഷൻ. പിന്നെ മോഷൻ സെൻസർ ഇത് നമുക്ക് ആവശ്യമില്ല. ഇത് നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക. നമ്മുടെ സെൻസർ, മോഷൻ സെൻസറിൻ്റെ കാര്യമാണത്. അതുമാത്രമല്ല ഈ USB എന്നുള്ളത് മെയിനായിട്ടും നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെക്കണം. കാരണം നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത്, യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് ഫോണിൽ ചാർജില്ല, മറ്റുള്ളവരുടെ കേബിൾ നമ്മൾ USB ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവരുടെ എന്തെങ്കിലുമൊക്കെ മാൾവെയറോ സ്പൈവെയറോ ഒക്കെ അവരുടെ ഫോണിലുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലൊക്കെ അത് അടിച്ചേൽപ്പിച്ച് നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ സന്ദർഭത്തിലൊക്കെ ഇത് ഓഫ് ചെയ്തിടുക. പിന്നീട് നമുക്കിവിടെ ക്ലിപ്പ് ബോർഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്ലിപ്പ് ബോർഡിൽ നമ്മൾ സേവ് ചെയ്യുന്ന പാസ്വേഡുകൾ വരെ അത് കോപ്പി ആയിട്ടുണ്ടാവും. ആ കോപ്പി ആവുന്നത് ഈ ഇത്തരം സൈറ്റുകൾക്കൊക്കെ കാണാൻ സാധിക്കും. അതിനാൽ ഇത് ഓഫ് ചെയ്തിടുക. ആവശ്യമുള്ള അത്യാവശ്യം വേണ്ട സൈറ്റുകൾക്ക് അപ്പോൾ പെർമിഷൻ ചോദിക്കുമ്പോൾ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നമ്മളറിയാതെ തന്നെ പല വെബ്സൈറ്റുകളും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. പിന്നീട് താഴേക്ക് വരുമ്പോൾ ഇവിടെ തേർഡ് പാർട്ടി കുക്കീസ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്നുള്ള ഭാഗം നിങ്ങൾ എനേബിൾ ചെയ്തിടുക. തേർഡ് പാർട്ടി എല്ലാ കുക്കീസുകളും നമുക്കിതുപോലെ ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡാറ്റ സ്റ്റോർഡ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റകൾ മുഴുവനും ഈ വെബ്സൈറ്റുകൾ എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കിവിടെ കാണാം അജിയോയുടെ വെബ്സൈറ്റ് എൻ്റേത് 1.3 GB സ്റ്റോറേജ് ഗൂഗിൾ ക്രോമിലെ സ്റ്റോറേജ് എടുത്തിട്ടുണ്ട്. മാത്രമല്ല ഫ്ലിപ്കാർട്ട്, ഇങ്ങനെ ട്വിറ്റർ, ഇങ്ങനെ അത്യാവശ്യം വേണ്ട വെബ്സൈറ്റുകളൊക്കെ എൻ്റെ സ്റ്റോറേജ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഓൾറെഡി ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ നിന്നൊന്നും കൂടുതൽ ലോഗൗട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നില്ല. ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ ക്രോം നല്ല ഫാസ്റ്റായിരിക്കും, സെക്യൂർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിത് ഡിലീറ്റ് ചെയ്യാം. ഇത് ഡിലീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാരണം, നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ ഫേസ്ബുക്ക്, യൂട്യൂബ്, വേറെ എന്തെങ്കിലും നിങ്ങൾ ലോഗിൻ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ആ ലോഗിൻ ചെയ്തത് മുഴുവൻ ലോഗൗട്ട് ആവുകയും വീണ്ടും പഴയ പോലെ നിങ്ങൾ പാസ്വേഡും യൂസർ നെയിം ഒക്കെ കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുകയും വേണം.
അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം പെർമിഷനുകളൊക്കെ ഇവർ എടുക്കുന്നുണ്ട്. ഓരോ സൈറ്റുകളും നമുക്ക് സൈറ്റ് സെറ്റിങ്സിൽ കണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൊക്കേഷൻ, ക്യാമറ, മൈക്രോഫോൺ, എല്ലാ സംഭവങ്ങളും എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ടാത്ത വെബ്സൈറ്റുകൾ ഇതുപോലെ നമ്മൾ സന്ദർശിച്ചിട്ടുണ്ട് എങ്കിൽ ഇത് മുഴുവനും നിർബന്ധമായിട്ടും നിങ്ങൾ ഓരോന്നും നിങ്ങൾ ഡിലീറ്റ് ചെയ്തിരിക്കണം. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഫോണിന് കൂടുതൽ സുരക്ഷയും സെക്യൂറും ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഫോണ് നമ്മൾ അറിയാതെ തന്നെ ഇവരുടെ നിയന്ത്രണത്തിലാവും. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുക. ഇതുപോലെ ഇൻഫർമേറ്റീവായ ടെക്നോളജി വീഡിയോകളും ഫോണിലെ സെറ്റിങ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് വിശദമായി അറിയാൻ താല്പര്യമുണ്ട് എങ്കിൽ ജാഫർ പൊന്നാനി എന്ന ഈ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ലഭിക്കില്ല. നിങ്ങൾ നോട്ടിഫിക്കേഷൻ അഥവാ ബെൽ ഐക്കൺ നിങ്ങൾ ആൾ എന്നുള്ള ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അതുവഴി നിങ്ങൾക്ക് വീഡിയോ കാണുകയും ചെയ്യാം. അപ്പോൾ നല്ലൊരു ടെക്നോളജി വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.